ആഴ്ച അവരുടെ കൂടെ നിന്ന്, അതെ, നിങ്ങളുടെ ശത്രുക്കളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് വിരോധമായി അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തെ കഷ്ടത്തിലാക്കിയ ചിലർ അവരെ കൈവിടും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി, അതെ, ദൈവികമായ മാറ്റങ്ങൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ, അറിയുന്നതിൽ സന്തോഷിക്കുന്നു. ഒപ്പം അவ்விധത്തിൽ കേൾക്കുവാൻ, സാക്ഷ്യ സ്വരങ്ങളെ കേൾക്കുവാൻ അവസരം നൽകി തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതെ, ആ മാറ്റം കണ്ണുനീരിൻ്റെ, നിരാശയുടെ, വേദനയുടെ, നിലവിളിയുടെ അനുഭവത്തിൽ നിന്ന്, അവസ്ഥയിൽ നിന്നൊരു മാറ്റം, അത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അത് സംഭവിക്കുക തന്നെ ചെയ്യും. എനിക്കൊപ്പം ആയിരിക്കുന്നത് കൊണ്ടല്ല, ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നത് കൊണ്ടല്ല, എൻ്റെ ശബ്ദം കേൾക്കുന്നത് കൊണ്ടുമല്ല, നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനം ആകൊണ്ടും ആ വചനത്തിനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടും. എന്താണ് എൻ്റെ വചനം? ഒരിക്കൽ പ്രവാചകനോട് ദൈവം പറയുക, എൻ്റെ വചനം അത് എൻ്റെ വചനം തന്നെയാണ്, ഞാൻ അയച്ചത് തന്നെയാണ്, അയച്ച എൻ്റെ വചനത്തിനൊരു പ്രവൃത്തിയുണ്ട്. ഇന്ന് എന്നിലൂടെ നിങ്ങളിലേക്ക് എത്തപ്പെടുന്ന, നിങ്ങളിലേക്ക് അയക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനത്തിനൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയെ നിവർത്തിക്കാതെ ദൈവത്തിൻ്റെ വചനം മടങ്ങത്തില്ല. അതേ, ആ പ്രവൃത്തി നിങ്ങളുടെ ജീവിതം മാറണമെന്നതാണ്. അതേ, ആ കണ്ണുനീർ എന്നേക്കുമായി മാറിപ്പോകണം എന്നതാണ്. അതേ, ഇന്നത്തെ അവസ്ഥയിൽ ഒരു മാറ്റം വരയണം എന്നത് തന്നെ. അവിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സാധ്യമാകുവാൻ കഴിഞ്ഞ രാത്രിയിലും പതിവ് പോലെ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ ആലോചന നിങ്ങൾ കേട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ കഠിനമായി തീരുന്നത്, അതെ, ചില ഇടങ്ങളിൽ ജീവിതം കഠിനമായി തീരുന്നത് ശത്രുക്കളായ ചില വ്യക്തികളെ കൊണ്ട് മാത്രമല്ല, ശത്രുക്കളായവർക്ക് ശക്തി പകരുവാൻ തക്കവണ്ണം അവർക്കൊപ്പം നിൽക്കുകയും അവർക്ക് ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്ന, മീൻസ് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ചില വ്യക്തികളുടെയും ഇടപെടലുകൾ കൊണ്ടാണ്. അല്ലേ സഹോദര, ആ ജോലി സ്ഥലത്ത് ചിലരൊക്കെ എതിരാണ്, അറിയാം, അത് നാട്ടു നടപ്പാ. എവിടെയെങ്കിലും പോയാൽ ചിലരൊക്കെ കാണും അങ്ങനെ അസൂയുള്ള ചിലർ. അയ്യോ ദൈവദാസരെ, എന്ത് കണ്ടിട്ടാ എന്നോടെ ഈ അസൂയ? അങ്ങനെ ഒന്നും വേണ്ടെന്നേ. ചിലർക്ക് അങ്ങനെ തന്നെ, ഒന്നും ഇല്ലെങ്കിലും അങ്ങ് അസൂയപ്പെടും. സൂര്യനെ കണ്ടാലും അസൂയപ്പെടും, ചന്ദ്രനെ കണ്ടാലും അസൂയപ്പെടും. ഇനി അമാവാസിയാണ്, കറുത്തവാവാണ് എങ്കിലും അസൂയപ്പെടും. അസൂയപ്പെടുവാൻ അങ്ങനെ കാരണം വേണ്ട. അസൂയ പിശാചിന്റെ ഒരു പ്രൊഡക്റ്റാണ്. പിശാചുള്ളവരിൽ നിന്ന് അത് പുറത്തു വരും, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ അസൂയക്കാരുണ്ട്, ശരിയാണ്. എന്നാൽ അവരെ ഉപദ്രവകാരികളാക്കി, മീൻസ് നിനക്ക് ഉപദ്രവമുണ്ടാക്കുന്നവളാക്കി മാറ്റുന്ന ചിലരുടെ ഇടപെടലുകൾ, ചിലരുടെ ബുദ്ധി ഉപദേശിക്കലുകൾ, ചിലരുടെ കൂടിച്ചേരലുകൾ നിനക്ക് വിരോധമായാണെന്നറിയുമ്പോൾ ചിലരൊക്കെ അവരോടൊപ്പം കൂടെ ചേരും. ഒന്ന്, നീ ഒരു ഭക്തനായതുകൊണ്ട് തിരിച്ചറിയണം, അയ്യോ എനിക്ക് മാത്രം ഇவ்விധത്തിൽ ശത്രുക്കൾ എന്താണ്? അതെ, നിന്റെ ശത്രുക്കൾ ഭൗതികതയെ ഉറ്റുനോക്കുന്ന ശത്രുക്കളല്ല. പ്രാർത്ഥിക്കുന്ന നിനക്കൊരു ആത്മീയ ജീവിതമുണ്ട്. അവിടെ നിന്നെ കണ്ടറിയുന്ന ഒരു പിശാചുണ്ട്. നീ ദൈവസന്നിധിയിൽ തുടർന്നാൽ, നിന്റെ പ്രാർത്ഥന ഇவ்விധത്തിൽ മുൻപോട്ട് പോയാൽ നീ ചിലത് പ്രാപിച്ചെടുക്കുമെന്ന്. എത്രയൊക്കെ ചികഞ്ഞാലും കണ്ടെത്തുവാൻ കഴിയാത്ത നിന്റെ പേര് ദേശത്തിൽ ഉയർത്തപ്പെടുമെന്ന്. അത് തന്നെ ഇപ്പോ ചകഞ്ഞു നോക്കണം.
അയ്യോ ഇന്ന ആള്, ഇന്ന അപ്പൻ്റെ മോൻ, ഇന്ന അമ്മയുടെ മോൻ, ഇന്ന സഹോദരൻ്റെ സഹോദരൻ, സഹോദരിയുടെ സഹോദരൻ, അപ്പുറത്തെ വീട്ടുകാരൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന, ഇതെല്ലാം പറഞ്ഞാൽ നിന്റെ പേര് കിട്ടാൻ പാടാ, അറിയപ്പെടാതെ പോകുക. ദൂത് വിളിച്ചു പറയട്ടെ, അമേൻ. പിശാച് ഭയപ്പെടുന്നുണ്ട്. നീ ദൈവത്താൽ അറിയപ്പെടുവാൻ പോകുക. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്, നിങ്ങൾ ദൈവത്താൽ അറിയപ്പെടുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിനക്ക് വിരോധമായി പിശാച് ചിലരെ എഴുന്നേൽപ്പിക്കും. അവർക്കൊപ്പം ചേർന്ന് നിന്ന് നിന്നെ ആ കൂട്ടുകെട്ടുകൾ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ, വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടല്ലേ. കേൾക്ക്, നിന്റെ ശത്രുവിനെ, നിന്നെ ഉപദ്രവിക്കുന്നവനും നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണക്കാരനാവും വിധത്തിൽ ശക്തനാക്കിയ ചിലർ നിന്റെ ശത്രുവിനെ വിട്ട് മാറിപ്പോവുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അർത്ഥം, ഇന്നലകളിൽ നീ ഒറ്റയ്ക്കായിരുന്നു, ഇനി നിന്റെ ശത്രു ഒറ്റയ്ക്കാകുവാൻ പോകുക. ഇന്നലകളിൽ നിനക്ക് വിരോധമായി ആ തൊഴിലിടത്തിൽ എഴുന്നേറ്റുന്നവൻ നിന്നെ ഭയപ്പെടുത്തി, ഇനി അവൻ നിന്നെ കണ്ട് ഭയപ്പെടുവാൻ പോകുക. സഹോദര, സഹോദരി, ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി പറയുന്ന, നിനക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കുന്ന, നിന്നെ അവിടെ നിന്ന് ഓടിക്കുവാൻ തക്കവണ്ണം ആളെ കൂട്ടുന്ന ചിലർ, നിന്നെ ഭയപ്പെടുത്തിയ ചിലർ നിന്നെ കണ്ട് ഭയപ്പെടുവാൻ പോകുക. നിന്റെ തൊഴിൽ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്ന, നിന്റെ വരുമാനത്തിന്റെ വഴി അടച്ചു കളയുന്ന, നിന്നെ നന്നായി ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിച്ച് എഴുന്നേൽക്കുന്ന ചിലർ, ഇന്നലകളിൽ നിന്നെ ഭയപ്പെടുത്തിയവർ നിന്നെ കണ്ട് ഭയപ്പെടുവാൻ പോകുക. മാധവേ, നിന്റെ തലമുറകളെ ഭയപ്പെടുത്തിയവർ അവിടെ നിന്റെ കണ്ണെത്താത്ത സ്ഥാനത്ത്, അയ്യോ എൻ്റെ മക്കൾ ഒറ്റയ്ക്കാണ്, ദൈവദാസനെ, ശത്രുക്കളാണ് എല്ലാവരും, അവരോട് അസൂയയാണ്, എനിക്കറിയത്തില്ല, എന്താണ് കാരണമെന്നറിയത്തില്ല. മാതാവേ, നിനക്കതറിയത്തില്ലായിരിക്കാം, എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്കൊന്നറിയാം. നിനക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത് ദൈവത്താൽ നിന്റെ തലമുറകളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാൻ പോകുന്നു. പിശാച് അത് മുന്നമേ അറിഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തികളെ അതുകൊണ്ട് നിന്റെ തലമുറകൾക്ക് വിരോധമായി ആ രാജ്യത്ത് അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേൽപ്പിക്കുന്നു. അത് തന്നെ ആ കൂട്ടായ്മയുടെ മധ്യത്തിൽ പോലുമുണ്ട്. പ്രാർത്ഥിക്കുവാനായി വിട്ടുമുടക്കുമ്പോൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ്, അയ്യോ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, ഒരിടത്തും എനിക്കൊപ്പം ആരും നിൽക്കുന്നില്ല എന്ന് സങ്കടപ്പെട്ടായിരിക്കുന്ന മകളോട് പറ, മകളെ, പിശാചിന്റെ പ്രവൃത്തി ചെയ്യുന്നവർ നിന്നെ ഒറ്റപ്പെടുത്തും. കാരണം നിന്നിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. പ്രിയ മകനെ, പ്രിയ മകളെ, നിന്നിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് ഒപ്പം നിൽക്കണമെന്ന് കരുതുന്നവരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. സങ്കടപ്പെടേണ്ട മാതാവേ. നിന്റെ തലമുറകളെ ഒറ്റപ്പെടുത്തി സങ്കടപ്പെടുത്തിയ, ഭയപ്പെടുത്തിയ ആ ശത്രു നിന്റെ തലമുറകളെ കണ്ട് ഭയപ്പെടുവാൻ പോവുക. അവരെ അതിന് പ്രാപ്തരാക്കിയ വ്യക്തികൾ ഒരുപക്ഷെ ഫിസിക്കലായുള്ള ഒരു ബന്ധമായിരിക്കാം, കൂട്ടുകാരെ പോലെ, ബന്ധുക്കളെ പോലെ, നാട്ടുകാരെ പോലെ, അല്ലെങ്കിൽ ആത്മമണ്ഡലത്തിലെ ഒരു ബന്ധമായിരിക്കാം, പിശാചുമായി ചേർന്നുകൊണ്ട്. കാരണം നിന്നോടും നിന്റെ തലമുറകളോടും പോരാട്ടമുള്ളത് പിശാചിനാണ്. പിശാച് ഭയപ്പെടുന്നുണ്ട് കേട്ടോ. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. പ്രിയ അമ്മേ, നിന്റെ കണ്ണീർ അത്രമാത്രം പവർഫുൾ ആണ്. നീ കരഞ്ഞത്, എന്തോരം കരഞ്ഞു, അതിനൊക്കെ എൻ്റെ ദൈവം നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ മറുപടി നൽകുവാൻ പോകുക. അതിനെ പിശാച് വല്ലാണ്ട് ഭയക്കുന്നുണ്ട് കേട്ടോ. അമ്മേൻ. അതുകൊണ്ട് ആ പിശാച് എഴുന്നേൽക്കുന്നു. ആ പിശാച് കണ്ട് ഭയപ്പെടുവാൻ പോകുക. പിശാച് അവരെ വിട്ടുകളഞ്ഞിട്ട് ഓടുക. യെസ്, യേശുവിൻ നാമത്തിൽ. അസൂയക്കാരെ, നിന്റെ തലമുറകൾക്ക് വിരോധമായി എഴുന്നേറ്റ, അവരുടെ തൊഴിൽ സാഹചര്യങ്ങളെ നരകതുല്യമാക്കി തീർത്ത, അവരുടെ ഭാവിക്ക് തടസ്സമായി മതിൽ കെട്ടി അടച്ച ചിലരൊക്കെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവരുടെ പിന്നിൽ വ്യാപരിച്ച വൈശാചിക മണ്ഡലം ഇന്ന് വിട്ടുമാറിയ, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. വിവാഹം മുടക്കികൾ ഭയപ്പെടുവാൻ പോകുക. അർത്ഥം, ഈ വർഷം നിന്റെ തലമുറയുടെ വിവാഹം നടക്കുവാൻ പോകുക. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. എന്താ എൻ്റെ ദൈവദാസനെ, ആഗ്രഹം മാത്രം മതിയോ? കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? ആ ഒഴിഞ്ഞ കരം നീട്ടിപ്പിടിക്കുക. മാതാവേ, നിന്റെ തലമുറയുടെ വിവാഹത്തിന് വേണ്ടത് എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ തരിക. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഒഴിഞ്ഞ കരങ്ങളോടെ മക്കളുടെ വിവാഹം, മക്കളുടെ വിദ്യാഭ്യാസം, ആമേൻ, ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഒഴിഞ്ഞ കരങ്ങളോടെ ആയിരിക്കുന്നവർ കരം നീട്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഈ കരം നിറയുന്ന കൃപയ്ക്കായി. ഓ സ്തോത്രം. ആ വിവാഹം മനോഹരമായി നടത്തുവാൻ സ്തോത്രം. വിദ്യാഭ്യാസത്തിന് മനോഹരമായ പൂർത്തീകരണം വരുത്തുവാൻ, ഫീസ് അടയ്ക്കുവാനുള്ളത് കർത്താവ് തരിക. അമേൻ. ആ ലോൺ അടയ്ക്കുവാനുള്ളത്, ജപ്തിയായി തീരാതിരിക്കുവാൻ വേണ്ടത് നിന്റെ കരങ്ങളിൽ യെസ്
അമ്മേൻ. കരം നീട്ടി പ്രാർത്ഥിക്ക്. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി, ആ കരങ്ങളിൽ സമൃദ്ധി വെളിപ്പെടുന്ന കൃപയ്ക്കായി, ആ ഭവനത്തിന്റെ പണി തുടങ്ങുവാൻ, പൂർത്തീകരണം വരുത്തുവാൻ, ആ വസ്തു വാങ്ങുവാൻ അഡ്വാൻസ് കൊടുത്തു, എഴുതിയെടുക്കുവാൻ കഴിയുന്നില്ല. ആ വസ്തു വാങ്ങുവാൻ വേണ്ടത് നിന്റെ കരങ്ങളിൽ, നീട്ടപ്പെട്ട വിശ്വാസത്തോടെ നീട്ടപ്പെട്ട നിന്റെ കരങ്ങളിൽ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എത്ര പേർ വിശ്വാസത്തോടെ നീട്ടിയവരെ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരാം, ദൈവദാസനെ എന്ത് കണ്ടിട്ട് ഞങ്ങൾ നീട്ടണം? ആമേൻ. സ്തോത്രം. നോക്കൂ, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഏകദേശം 5000 പുരുഷന്മാർ, പിന്നെ ഉണ്ട് അപ്പൂപ്പന്മാരും അമ്മച്ചിമാരും കൊച്ചുമക്കളും പെൺപിള്ളാരും പെണ്ണുങ്ങളും ഒക്കെ. അവരെ ഒന്നും കൂട്ടിയിട്ടില്ല. 5000 തടിമിടുക്കുള്ള ആരോഗ്യമുള്ള ഭരണകൂടത്തിന് വേണമെന്നുള്ള, യുദ്ധം ചെയ്യാനും നികുതി കൊടുക്കാനും വേണമെന്നുള്ള 5000 എണ്ണം. ആമേൻ. അവർക്ക് മുമ്പിൽ ഒരു 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ 5 അപ്പവും 2 മീനും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെ ഇരുത്തീൻ, പന്തിയായിട്ട് അവരെ ഇരുത്തീൻ. ആമേൻ. ഒരൊറ്റ എണ്ണം തിരിച്ചു ചോദിച്ചില്ല, യേശുവേ ഞങ്ങളിവിടെ ഇരുത്തിയിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? അവർക്കറിയാം, യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിക്ക് അപ്പുറമായ ചിലത് സംഭവിക്കുവാൻ പോകുക. നീ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഓ സ്തോത്രം. നീ കരം നീട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ബുദ്ധിക്ക് അപ്പുറമായത് ചിലത് സംഭവിക്കുവാൻ പോകും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അത് തന്നെ സഹോദരി. ആമേൻ. ഒന്നാമതേ വന്നു കയറിയ നാൾ മുതൽ അവർക്കൊക്കെ ഒരു കീർപ്പ, ഒരു പറയണ്ടല്ലോ, നിനക്കറിയാമല്ലോ. ഇപ്പോ അത് ഉപദ്രവിക്കും വിധത്തിൽ മാറിയിരിക്കുന്നു. കാരണം ചിലർ അവരുടെ കൂടെ കൂടി, ചിലരുടെ കൂട്ടുകെട്ടുകളായപ്പോ നിന്നെ ചവിട്ടി തേക്കുവാൻ ചില വാക്കുകളൊക്കെ വല്ലാതെ, അയ്യോ ഇതിലും ഭേദം ഒരു കത്തിയെടുത്ത് കുത്തിയിറക്കിയിരുന്നെങ്കിൽ അത്രമാത്രം വേദന. കഠിന വാക്കുകൾ, മുറിപ്പെടുത്തുന്ന, മുറിവുകൾ ഉണങ്ങാത്ത വ്രണങ്ങളാക്കി മാറ്റുന്ന കഠിന വാക്കുകൾ പറഞ്ഞ് ഒരു ദൂത് പറയട്ടെ, ആ കൂട്ടുകെട്ടിനെ ദൈവം പൊളിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിന്റെ ശത്രുവിന് ശക്തി പകർന്ന ചിലരെ എൻ്റെ ദൈവം ഓടിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ശുശ്രൂഷക നിന്റെ വിശ്വാസികളെ കരങ്ങളിലെടുത്ത് നിനക്ക് വിരോധമായി നിർത്തി നിന്റെ സ്വഭാവശുദ്ധിയെ പോലും സംശയത്തിന്റെ നിഴലിലാക്കി മാറ്റുവാൻ തക്കവണ്ണം കൂടെ കൂടിയ ചിലരെ എൻ്റെ ദൈവം ഓടിക്കുക. നീ ഇന്നൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. നിന്റെ ശുശ്രൂഷ മേഖലയിൽ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി നിന്നവനാ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. നീ ചോദ്യചിഹ്നമായി മാറുവാൻ തക്കവണ്ണം കൂടെ കൂടിയ ചിലതിനെ എൻ്റെ യേശു മാറ്റിക്കളയുക. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ ഈ ആലോചന മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ, എന്ത് തെളിവാണ് ഈ ആലോചനയ്ക്കൊപ്പം ദൈവം ഞങ്ങൾക്ക് തരുന്നത്? ബൈബിളിൽ നിന്ന് തന്നെ തെളിവില്ലാത്ത കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കത്തില്ലല്ലോ. കേൾക്കണമേ. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിന്റെ കഠിനത കാണുവാനായിട്ട് കഴിയും. അതിന് അവന്റെ ഭാര്യ ശേരശും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കട്ടെ, മൊർദെഖായിയെ അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം. പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാമെന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാന് ബോധിച്ചു. അവൻ കഴുമരം ഉണ്ടാക്കിപ്പിച്ചു. ആർക്ക് വിരോധമായി? മൊർദെഖായി എന്ന ഭക്തന് വിരോധമായി. കോപം, ഭക്തനോട് കോപം. ഭക്തന്റെ ഇരിപ്പ് അവന് പിടിക്കുന്നില്ല. അത് തന്നെ, നിന്റെ ഇരിപ്പ് അവന് പിടിക്കുന്നില്ല, നിന്റെ നിൽപ്പ് അവന് പിടിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന, അവൻ ആരാധിക്കുന്ന, ദൈവസേനയിൽ വിശ്വസ്തരായിരിക്കുന്ന നിന്റെ ഇരിപ്പും നിപ്പും ഒന്നും അവന് പിടിക്കുന്നില്ല, നിന്റെ ശത്രുവിന് പിടിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ ലോകം നിങ്ങളെ പരിഹസിക്കും, കളിയാക്കും. അയ്യോ ഒരു വിശ്വാസി, പെന്തക്കോസുകാരൻ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും. പക്ഷേ നീ ഇരിക്കേണ്ടതുപോലെ ഇരുന്നാൽ, നിൽക്കേണ്ടതുപോലെ നിന്നാൽ ചിലരൊക്കെ ഭയക്കും കേട്ടോ. ചിലർക്കൊക്കെ അസൂയ വരും കേട്ടോ. ഒരു ഭക്തന്റെ നിൽപ്പ് അവൻ ചിലരെയൊക്കെ ആലോസരപ്പെടുത്തും. കാരണം അവൻ അറിയാം, അവൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലം പറഞ്ഞു കൊടുക്കും, ഇവൻ ഈ നില തുടർന്നാൽ, ഒരു ഭക്തനാ ഇവനിങ്ങനെ നിലനിന്നാൽ, ഇവന്റെ ഇരിപ്പിങ്ങനെയാണെങ്കിൽ, ഇവന്റെ നടപ്പിങ്ങനെയാണെങ്കിൽ, ഇവൻ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കും. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. ഈ എസ്തേറിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക. ആമേൻ. മൊർദെഖായിയെ കണ്ട് ഹാമാന് കോപം മുഴുക്കുമ്പോൾ മൊർദെഖായി
വാതിൽക്കൽ ഇരിക്കുന്ന ഒരുത്തനാ. ഒരു സ്ഥാനമില്ല, പേരില്ല, പെരുമയിലോ ഒന്നുമില്ല. രാജകൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്ന ഒരുവൻ. ഹാമാനോ രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അലങ്കരിക്കുന്നവൻ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആനയും പട്ടിയും പോലെ എന്നൊക്കെ പറയാം. പേടിക്കേണ്ട കാര്യമില്ല, പോ എന്ന് പറഞ്ഞാൽ പോകുന്ന അത്രയേ ഉള്ളൂ. പക്ഷെ ഇവൻ ഹാമാനെ കണ്ട് ഭയപ്പെടുക. കാരണം അത് തന്നെയാ നിനക്ക് വിരോധമായി ചിലർ എഴുന്നേൽക്കുന്നതിനുള്ള കാരണവും. നീ ഭക്തനായതുകൊണ്ട് നീ അറിയാത്തതൊന്ന് നിന്റെ ശത്രുവിന് പിന്നിൽ വ്യാപരിക്കുന്ന പിശാചിനറിയാം. നീ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അവർ ഇന്നായിരിക്കുന്ന അവസ്ഥ കണ്ട് നീ ഭാരപ്പെടേണ്ട. ഒരുപക്ഷെ മധ്യക്കടലിൽ മുങ്ങിത്താണ് പൊടി പോലുമില്ല കണ്ടുപിടിക്കുവാൻ എന്ന് പറയുന്ന അനുഭവത്തിലായിരിക്കാം. നിന്നയും നിരാശയും കണ്ണുനീരും മാത്രം സമ്മാനിക്കുന്ന മക്കളെക്കുറിച്ചോർത്ത് വിതുമ്പി കരഞ്ഞായിരിക്കുന്ന അമ്മേ, നിന്നോട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, അവരെ എൻ്റെ ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കും. കാരണം നീ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. നിന്റെ നിൽപ്പ്, നിന്റെ നടപ്പ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ആമേൻ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. സഹോദരി, എന്തുകൊണ്ടാ ഇത്രമാത്രം അവർ വിരോധമായി എഴുന്നേൽക്കുന്നത്? ദേശത്തിൽ നിന്റെ പേരുയർത്തപ്പെടുമെന്ന്, ഒന്നുമില്ലാത്തവളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മധ്യേ എൻ്റെ ദൈവം നിന്റെ പേരുയർത്തുമെന്ന്. സ്തോത്രം. നിന്റെ കുടുംബത്തിൻ്റെ പേരുയർത്തും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഇന്നായിരിക്കുന്ന അവസ്ഥ കണ്ട് ഭാരപ്പെടേണ്ട. തകർന്നു പോകുവാൻ, നിന്റെ കുടുംബ ജീവിതം പൊളിഞ്ഞു പോകുവാൻ എൻ്റെ ദൈവം ഒരിക്കലും അവൻ അനുവദിക്കത്തേയില്ല. സ്തോത്രം. കാരണം നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുനാളിലെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ലേ? എനിക്കറിയത്തില്ല. പിച്ചവച്ച് തുടങ്ങിയ നാൾ മുതൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ കേട്ട വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ കഴിഞ്ഞില്ലേ? എനിക്കറിയത്തില്ല. നിങ്ങളുടെ സ്നേഹിതരുടെ, ബന്ധുക്കളുടെ, കൂട്ടുകാരുടെ, പ്രിയതമയുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തേലും മാറ്റം വരുത്തുവാൻ കഴിഞ്ഞില്ലേ? എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയുന്ന ഈ വാക്കുകൾക്കൊരുടയവനുണ്ട്, സർവശക്തനായ ദൈവം. നിങ്ങൾ അവന്റെ വാക്കുകൾ കേൾക്കുന്നത് കൊണ്ട് ആ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ഞാൻ പറയും സമൂലമായ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും. Thank you Lord. Amen. നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട് നോക്കൂ. അപ്പോ മൊർദെഖായിയെ ഹാമാൻ ഭയപ്പെട്ടു. ഫലമോ ഹാമാനെ തകർക്കണം, ഹാമാനെ നശിപ്പിക്കണം. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവൈതലിനെ തകർക്കുവാൻ വേണ്ടി പിശാചിനാൽ പിടിക്കപ്പെട്ടവർ അവൻ്റെ കൂടെ കൂടി. അവൻ്റെ ഭാര്യയും അവൻ്റെ കൂട്ടുകാരും പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒരു വലിയ കഴുമരം ഉണ്ടാക്കണം. ഒരു 50 മുഴം നീളം വേണം, പൊക്കമുള്ള ഒരു കഴുമരം. അതിൻ്റെ മണ്ടയിൽ നമുക്ക് അവനെ തൂക്കാം. അപ്പോൾ രാജ്യം മുഴുവനും ചർച്ച ചെയ്യപ്പെടും. കാരണം സാധാരണ നടക്കുന്ന ഒരു കാര്യമല്ല, അസാധാരണമായൊന്ന് സംഭവിക്കുമ്പോൾ ചർച്ചയാകണമെന്ന് പറഞ്ഞ ആമേൻ. നീ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിന്റെ അമ്മായിയെക്കുറിച്ച്, നിന്റെ നാത്തൂനെക്കുറിച്ച്, നിന്റെ ബന്ധുക്കളെക്കുറിച്ച് മറ്റുള്ളവർ പറയണം, അവളൊക്കെ വലിയ ടീം, അവളോടെ കളിച്ചിട്ട് ഇപ്പം എന്തായി, മറ്റവൾ ഓടിയില്ലേ, അവൾ ഓടിച്ചില്ലേ എന്ന് പറയണമെന്ന് പറഞ്ഞ്, ചർച്ചയാകണമെന്ന് പറഞ്ഞ്, അത് തന്നെ ചർച്ചയാകണം. സഹോദര, നിന്നെ ആ തൊഴിലിടത്തിൽ നിന്ന് ഓടിക്കുമ്പോൾ അത് ചർച്ചയാകണം. ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഒറ്റണത്തിന് വിടത്തില്ല എന്ന് പറഞ്ഞ് കൊമ്പം മീശയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടി. മീശയൊന്നും വേണ്ട, അതില്ലാതെ തന്നെ ഇപ്പോൾ വില്ലന്മാരാണ്, വില്ലത്തരങ്ങൾ. സ്കൂളിൽ, കോളേജിൽ മക്കളെ നിങ്ങൾ അവിടെ നിന്ന് ഓടിച്ചിട്ട് ചിലർക്കൊക്കെ വില്ലന്മാരാവാൻ വേണ്ടി ആ ഹോസ്റ്റലിൽ നിന്ന് ഓടിച്ചിട്ടും ഓടിക്കാൻ, തകർത്ത് കളയുവാൻ. താങ്ക് യു ലോർഡ്. ഭയങ്കര സംഭവം അല്ലേ? നോക്കിയേ, സേലസൊക്കെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. അവന് സന്തോഷമായി, കൺഫ്യൂഷനൊക്കെ മാറി. അങ്ങനെയാ ചിലർ ധൈര്യപ്പെട്ട് ഉപദ്രവമായിട്ട് ഇറങ്ങിയിരിക്കുന്നേ. ഓടാൻ പോവുക യേശുവിൻ നാമത്തിൽ. അമ്മേ, ഇതൊരു ഭക്തന്റെ ചിരിയാ. എനിക്കറിയാം, പിശാച് ഓടും. പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ ഓടും.
സ്തോത്രം. നിന്നെ തകർക്കുവാൻ ഒരുക്കപ്പെട്ട പദ്ധതികളിൽ ചിലർ തകർന്നു പോകുന്നത് നീ കാണും. മാതാവേ, നിന്റെ തലമുറകളെ തകർക്കുവാൻ ഒരുക്കപ്പെട്ട പദ്ധതികളിൽ ചിലർ തകരപ്പെടുന്നത് നീ കാണും. നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട പദ്ധതി ഒരുക്കുന്നവർ തകരുന്നത് നീ കാണും. ആമേൻ. സ്തോത്രം. വിരോധമായി നിന്റെ ആരോഗ്യത്തെ തകർക്കുവാൻ, സന്തോഷത്തെ തകർക്കുവാൻ ആഭിചാരങ്ങളും ദുഷ്കർമ്മങ്ങളും ചെയ്ത് നിന്നെ രോഗിയാക്കിയ, അല്ലെങ്കിൽ പറ എന്ത് രോഗമെന്ന് പറ. ആമേൻ. ഡോക്ടറിന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത, വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത, MRIക്കും CTക്കും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത, പല പല ടെസ്റ്റുകൾക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത രോഗമല്ല, മന്ത്രവാദത്താൽ ആഭിചാരത്താൽ നിന്നെ കെട്ടിയ കെട്ട്, ആ കയറും കൊണ്ട് ചിലർ ഓടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. നോക്കി, അപ്പോഴും അവർ കൂട്ടം കൂടി സെറ്റായി. ഹാമാനോടനെ കഴിവരം പണിതു. ശരിയാക്കി തരാം. പക്ഷെ ദൈവം ഉണ്ടോ വിടുന്നു. ആമേൻ. നോക്കിയേ, ദൂതിലേക്ക് വരിക, 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ. അവിടെ ഈ പറഞ്ഞവർ കൂടെ നിന്നവരൊക്കെ വാക്ക് മാറ്റുകയാ. എന്താ? തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരസിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. ചിലതൊക്കെ സംഭവിച്ചു കേട്ടോ, ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് നീ അറിയുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിനക്കനുകൂലമായി സഹോദരി ആ തൊഴിലിടത്തിൽ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ ബാങ്കിനകത്ത് നിനക്കനുകൂലമായി ചിലത് സംഭവിച്ചിട്ടുണ്ട്. നിന്റെ ജോലി സ്ഥാപനത്തിൽ നിനക്കനുകൂലമായി ചിലത് സംഭവിച്ചിട്ടുണ്ട്. നിന്റെ മക്കളുടെ ജീവിതത്തിൽ മാതാവേ, പിതാവേ, നിങ്ങൾക്കനുകൂലമായി ചിലത് സംഭവിച്ചിട്ടുണ്ട്. ശുശ്രൂഷക, നിന്റെ സഭയിരിക്കുന്ന ദേശത്തിൽ നിനക്കനുകൂലമായി ചിലത് സംഭവിച്ചിട്ടുണ്ട്. നീ സ്ഥാപനമിട്ടിരിക്കുന്ന ദേശത്ത് നിനക്ക് അനുകൂലമായി ചിലത് സംഭവിച്ചിട്ടുണ്ട്. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കൂ, അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരസും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശജനാകുന്നു, എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. കൂടെ നിന്നവരാ. അവനെ നീ പണിയടാ, നീ ഒരു കഴിവരം പണി, അവനെ തൂക്കാമെന്ന് പറഞ്ഞ് കൂടെ നിന്നവരാ. പക്ഷേ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോ, ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് വിരോധമായി കൂട്ടം കൂടുന്ന കൂട്ടങ്ങളെ കലച്ച് ശത്രുവിനെ തകർക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന നീ ആ ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ പോകും. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. വിട്ടുപോകും. ആമേൻ. നിനക്ക് വിരോധമായി ദേശത്തിൽ നിന്റെ ജീവിതത്തെ കഠിനമാക്കുവാൻ, നരകതുല്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം കൂട്ടം കൂടുന്ന ചിലർ വിട്ടുപോകുവാൻ പോകും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. തൊഴിലിടത്തിൽ നിന്ന് ചിലർ വിട്ടുപോകും. കുടുംബത്തിനകത്ത് നിന്ന് ചിലർ വിട്ടുപോകും. ആമേൻ. ദൂത് മനസ്സിലായോ? ചിലർ വിട്ടുപോകും. യേശുവിൻ നാമത്തിൽ. ആമേൻ. ചിലർ മാറിപ്പോയാൽ തന്നെ അവർ വാടച്ചോളും. പഴയ പോലെ എവിടെയെങ്കിലും അലച്ചും വിളിച്ചു നോക്കാൻ നടന്നോളും, അല്ലേ? അതൊരു ശീലമായി. കർത്താവ് പറയും, ഇനി നീ അലപ്പും കേൾക്കണ്ട, വിളിയും കേൾക്കണ്ട. കാരണം അവരൊരിക്കൊരു കഴിവരമുണ്ടല്ലോ, അതങ്ങനെ വെറുതെ നിൽക്കുന്നത് കർത്താവിന് ഇഷ്ടമില്ല. ആമേൻ. ദൂത് പറയട്ടെ, നിനക്ക് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി, നിന്റെ നന്മകൾക്ക് വിരോധമായി മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ചെയ്ത് ദുഷ്ടന്മാരെ കൂടെ കൂട്ടി നിന്നെ വേട്ടയാടാനിറങ്ങിയ ദുഷ്ട മനുഷ്യർ ആ പദ്ധതികളുടെ ശക്തിയാൽ തകർക്കപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. നിന്നിൽ എന്ത് സംഭവിക്കണമെന്ന് അവർ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നുവോ അത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. നിന്റെ കുടുംബം തകരണമെന്ന്, നിന്റെ ഭാര്യ ഇട്ടിട്ട് പോകണമെന്ന്, നിന്റെ ഭർത്താവ് ഇട്ടിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് ചെയ്തു കൂട്ടിയവർ അതിൻ്റെ ഫലം അതുപോലെ അനുഭവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ചില അവകാശവാദങ്ങളെ കർത്താവ് ഇന്ന് തകർക്കുക. നിന്റെ തലമുറകളുടെ മേൽ, നിന്റെ കുടുംബത്തിന് മേൽ. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഭയങ്കരമായ അവകാശവാദങ്ങളോ, അയ്യോ, സ്തോത്രം. എന്തിനും ഏതിനും അവകാശം പറയുന്ന. ആമേൻ. സ്തോത്രം. കേൾക്ക്, നിങ്ങൾ സഹായിക്കുന്നു, നല്ലതാണ്. പക്ഷെ ഈ അവകാശവാദം, എനിക്കറിയത്തില്ല ആരോടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചന പറയുക. നീ കൊടുക്കുന്നത് പോലെയല്ല
നീ അറിയാതെ എടുക്കുന്നത് അത് അവകാശവാദമാണ്. അവിധത്തിൽ നന്മകളെ എടുക്കുന്ന, നിൻ്റെ അനുഗ്രഹങ്ങളെ എടുക്കുന്ന, നിൻ്റെ സന്തോഷങ്ങളെ എടുക്കുന്ന ചില അവകാശവാദങ്ങളെ കർത്താവ് തകർക്കുവാൻ പോകുക. ചില കഴുമരങ്ങളിൽ നീയല്ല, നിൻ്റെ ശത്രു തൂങ്ങിയാടുന്ന നാളുകളെ ദൈവം നിനക്ക് സമ്മാനിക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഇതുപോലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനേകർ ഈ മെസ്സേജുകൾക്കൊപ്പം ചേർന്ന് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ, അത് ഈ മെസ്സേജുകൾ കേൾക്കുവാൻ ഇടവരുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ഈ മെസ്സേജുകൾ സ്പോൺസർ ചെയ്യുവാൻ പ്രൈസർ ഫാമിലിയുടെ നമ്പർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. കോൺടാക്ട് ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്യുക. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലാണ് നമ്മുടെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. ലൈവിലാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ലൈവായി കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ആ ദൈവിക വിടുതൽ അനുഭവിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീമുമുണ്ട്. കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിക്കുള്ളിലായിരിക്കുന്നവർ കടന്നു വരിക. ദൂരത്തിലായിരിക്കുന്നവർ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ പ്രാപിക്കാം. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുമുണ്ട്. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. വൈകുന്നേരം 3:30 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരോട് അറിയിക്കുക, നിങ്ങളും കടന്നു വരിക. അവസരം നഷ്ടപ്പെടുത്തരുത്. പ്രാപിക്കുന്നവരായി മാറുവാൻ, ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഉപവസിച്ച് ശക്തിപ്പെടുവാനും ഇമാതിരി കൂട്ടങ്ങളെ തകർത്ത് കളയുവാനും നിങ്ങൾക്കും അവസരമുണ്ട്. എങ്ങനെയെന്നോ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് തന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായി, നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സാഹചര്യം നോക്കണ്ട, അവസ്ഥ നോക്കണ്ട. നിങ്ങൾ ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് പ്രാപിച്ച അനേകരെ പോലെ പ്രാപിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. അതിനായി കോൺടാക്ട് ചെയ്യുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അപ്പോൾ ഇവർക്ക് വിരോധമായി അസൂയയോടെ നിൽക്കുന്ന വ്യക്തികൾക്കൊപ്പം ചേർന്ന് ഇവരുടെ ജീവിതത്തെ നരകതുല്യമാക്കി തീർത്ത ചില വ്യക്തികളെ ഓടിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തൊഴിലിടത്തിൽ, കുടുംബത്തിനകത്ത് ആത്മീക ഭൗതിക നന്മകളുടെ അനുഭവങ്ങളിൽ തലമുറകളുടെ ജീവിതത്തിൽ കൂട്ടം കൂടുന്ന വെട്ടനായ്ക്കളെ പോലെ കൂട്ടം കൂടി കടന്നു വരുന്ന വ്യക്തികളെ സ്തോത്രം എത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. തൊഴിൽ സാഹചര്യങ്ങളെ അനുകൂലമാക്കി തീർക്കണമേ യേശുവേ. ഇന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് ജോലി നൽകണമേ. അപ്പോൾ ആ ജോലി ലഭിച്ചിട്ടും പോയി ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ഭവനങ്ങൾക്കകത്ത് ബന്ധിക്കപ്പെട്ടവർ ബന്ധനങ്ങളെ അഴിച്ച് പുറത്തു കൊണ്ടുവരട്ടെ. യേശുവിൻ നാമത്തിൽ ആ കെട്ടുകൾ പൊട്ടിമാറട്ടെ. വിശാലത വെളിപ്പെടട്ടെ. വർധനവുണ്ടാകട്ടെ. പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ. കാത്തിരിപ്പുകൾ കരുതി വരട്ടെ. ദീർഘനാളുകളായി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് ജോലിക്കായി കാത്തിരിക്കുന്നവർ യേശുവേ നല്ല ജോലികൾ നൽകി മാനിക്കണമേ. ജോലിക്ക് വിളിക്കാമെന്ന് പറഞ്ഞ വാക്ക് വിശ്വസിച്ച് വിളി കേൾക്കുവാൻ കാത്തിരിക്കുന്നവർക്ക് ആ ഫോൺ കോൾ വരട്ടെ. യേശുവിൻ നാമത്തിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. വിദേശ ജോലി എന്ന അനുഗ്രഹം ഉണ്ടാകട്ടെ. യൂറോപ്പിൻ്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. പഠനത്തോടൊപ്പം ജോലിക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കണമേ. PR ലഭിക്കട്ടെ. സ്തോത്രം. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. വിസിറ്റിംഗ് വിസകൾ സ്റ്റാമ്പ് ചെയ്ത് വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർക്ക് ജോലി നൽകണമേ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ലഭിക്കേണ്ട ശമ്പള കുടിശ്ശികകൾ തീർത്ത് ലഭിക്കട്ടെ. തലമുറകൾ ഭാവി കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. കോടതി നടപടികളാൽ പിടിക്കപ്പെട്ട ജനം വിടുവിക്കപ്പെടട്ടെ. നടപടികളിൽ നിന്ന് പുറത്തു വരട്ടെ. നീതി വെളിപ്പെടട്ടെ. അന്യായമായുള്ള അവകാശവാദങ്ങളും തർക്കങ്ങളും മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ തിരികെ ലഭിക്കട്ടെ. ഇവരിൽ നിന്ന് കവർന്നതുപോലെ എടുത്തുകൊണ്ടുപോയ നന്മകൾ തിരികെ വരട്ടെ. വസ്തുക്കളില്ലാത്തവർ വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങളില്ലാത്തവർ വാഹനങ്ങൾ വാങ്ങട്ടെ. ഭവനങ്ങൾ പണിതുയർത്തപ്പെടട്ടെ. എല്ലാ രോഗികളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അർദ്ധരാത്രികളെ കണ്ണുനീരിലാഴ്ത്തുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ആക്സിഡൻറ്റുകളെ തുടർന്നുള്ള എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. അപകടങ്ങളെ തുടർന്നുള്ള ഭവനത്തിനകത്ത് അടച്ചിടപ്പെട്ട അവസ്ഥകൾ മാറട്ടെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മാറട്ടെ. താങ്ക് യു ലോർഡ്. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, കച്ചവടം ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ
ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളെ തകർത്ത് ഇവരെ മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.